വെറൈറ്റി ടൈപ്സ് ഓഫ് അമ്മായിയമ്മാസ്. എപ്പോഴും വയ്യാന്ന് പറഞ്ഞു നടക്കുന്ന അമ്മായിയമ്മ. അയ്യോ മോളെ, കുറച്ച് വെള്ളം കൊണ്ട് താടി. എന്ത് പറ്റി അമ്മ? അയ്യോ ഒട്ടും വയ്യടി, ഭയങ്കര നടുവേദന, കാലുവേദന, കൈവേദന. അമ്മയ്ക്ക് ഒട്ടും വയ്യ മോളെ. ഇനി എത്ര നാളോട് അമ്മ കാണുമോ? അമ്മയ്ക്ക് നിങ്ങളുടെ കൊച്ചുങ്ങളെയും ആ കൊച്ചുങ്ങളെ കല്യാണം കഴിച്ച് അതിൻ്റെ മക്കളെയും കണ്ടിട്ട് മരിക്കണമെന്ന് ആഗ്രഹം. ചുരുക്കം പറഞ്ഞാൽ ഇപ്പോഴൊന്നും മരിക്കാൻ ഉദ്ദേശമില്ലെന്ന് അർത്ഥം. ആ മോളെ, അമ്മയ്ക്ക് കുറച്ച് വെള്ളം കൊണ്ട് താടി, പെട്ടെന്നാവട്ടെ. ദേഷ്യക്കാരി അമ്മായിയമ്മ. മരുമോളെ മരുമോളെ. എന്താ അമ്മ? എൻ്റെ അടുത്ത് ഞാൻ പലതവണ പറഞ്ഞിട്ടില്ലേ ഈ സിംഗിൾ വേസ്റ്റ് ഒന്നും ഇടരുത്, അതിൽ വെള്ളം പോകില്ലെന്ന്. നീ പിന്നെ എന്തിനാ അതിനകത്ത് വേസ്റ്റ് ഒക്കെ ഇട്ട് നിറയ്ക്കുന്നത്? ഒരു ഉപകാരം നേരെ ചെയ്യാൻ നിനക്ക് അറിയൂടല്ലോ കൊച്ചി. നിന്റെ വീട്ടുകാരൊന്നും പഠിപ്പിച്ചില്ലേ നിന്നെ? എന്ത് പറഞ്ഞാലും മുതലക്കണ്ണീരങ്ങ് ഒലിപ്പിച്ചോളാം കേട്ടോ. ദൈവവിശ്വാസി അമ്മായിയമ്മ. രാമ 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 പാഹിമ. ദൈവമേ, എന്നെ എൻ്റെ കുടുംബത്തെയും കാത്തു രക്ഷിക്കണേ, എൻ്റെ മക്കളെയും എൻ്റെ ഭർത്താവിനെയും കാത്തു രക്ഷിക്കണേ. ആ വടക്കേലെ രമണിയും മക്കളും നശിച്ചു പോണേ. ഒരുപോളടുത്ത് നല്ലോണം നിന്ന് മറ്റുള്ളവരടുത്ത് കുറ്റം പറയുന്ന അമ്മായിയമ്മ. അമ്മേ, ഞാൻ കൂടെ പാചകം ചെയ്യാൻ സഹായിക്കട്ടെ? അയ്യോ വേണ്ട, മോൾ അവിടെ പോയി ഇരുന്നോ. അമ്മ ചെയ്തോളാം, അമ്മ ഉണ്ടാക്കിയാലേ അച്ഛൻ കഴിക്കോളൂ. ആ ചേച്ചി, ജോലിയൊക്കെ എന്തായി? അല്ല, ഒറ്റയ്ക്ക് ജോലി ചെയ്യുന്നോ? മരുമോൾ എവിടെ പോയി? മരുമോൾ ഉള്ളതും ഇല്ലാത്തതും ഒക്കെ കണക്കാടി. ഒറ്റ വക ചെയ്യത്തില്ല, എപ്പോഴും ആ റൂമിൽ കയറി ഒരു ഫോണും കൊണ്ട് ഒരേ കിടപ്പാ. പൊങ്ങച്ചക്കാരി അമ്മായിയമ്മ. ഇതാ അമ്മേ, അമ്മയ്ക്ക് ഞങ്ങളൊരു സാരി വാങ്ങിച്ചു. ആഹാ, ആ സാരിയൊക്കെ കൊള്ളാം, പക്ഷേ കളർ കുറച്ച് മങ്ങിയിരിക്കണല്ലോ. എത്ര രൂപയാ ഇതിന്? 1500 രൂപയോ? അയ്യോ മോനെ, അമ്മ 3000 കുറഞ്ഞ സാരി ഒന്നും കൊടുക്കാറില്ലെന്ന് മോനിക്ക് അറിഞ്ഞൂടെ? മോൻ ഇത് മോക്ക് തന്നെ കൊടുത്തു കേട്ടോ. അമ്മയ്ക്ക് അച്ഛൻ വേറെ 3000-ൻ്റെയോ 4000-ൻ്റെയോ ഒക്കെ സാരി വാങ്ങിച്ചു തരും. കുഴപ്പമില്ല, മോൻ എടുത്തോ. മോളമ്മ കുറഞ്ഞ സാരി കൊടുത്ത് പരിചയമുണ്ടല്ലോ, അമ്മയ്ക്ക് പരിചയമില്ലാത്തതുകൊണ്ടാ കേട്ടോ. മരുമോളെ നുണ മോൻ്റെ അടുത്ത് പറഞ്ഞു കൊടുക്കുന്ന അമ്മായിയമ്മ. എടാ മോനെ, നീ പോയപ്പോൾ റൂമിൽ കയറി കഥകടച്ചിരിക്കാൻ തുടങ്ങിയതാ. ഞാൻ പോയി നോക്കിയപ്പോൾ ആരടുത്തോ ഫോണിൽ കുശാ പറയുന്നു. എന്ത് പറയുന്നു? അതമ്മ കറക്റ്റായിട്ട് കേട്ടില്ല കേട്ടോ. എന്നാലും ഇടയ്ക്കിടയ്ക്ക് അവളുടെ ഫോണൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നത് നല്ലതാ. പിന്നെ അമ്മ പറഞ്ഞില്ല എന്ന് പറയരുത്. മഹിളാരത്നം പ്രസിഡന്റ് അമ്മായിയമ്മ. ആ മോളെ, അമ്മയ്ക്കിന്ന് മഹിളാരത്നത്തിൻ്റെ മീറ്റിംഗ് ഉണ്ട് കേട്ടോ. അമ്മ പോയിട്ട് വരാം. പോയിട്ട് വരുമ്പോൾ കുറച്ച് സമയം എടുക്കും കേട്ടോ. ഞാനല്ലേ മഹിളാരത്നത്തിൻ്റെ പ്രസിഡന്റ്. അപ്പോൾ പിന്നെ എല്ലാ കാര്യങ്ങളും എൻ്റെ തലയ്ക്കാണ്. മോളെ ഈ വീട്ടു കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിയോളേ. ചോറും കറിയും എല്ലാം വെച്ച് വെക്കണം കേട്ടോ. അമ്മ പോയിട്ട് വരാം. വയസ്സാം കാലത്ത് അവരുടെ ഒരു മഹിളാരത്നം, ഒരു കൂളിംഗ് ഗ്ലാസും, ഒരു തൊപ്പിയും. മരുമകളോടൊന്നും മിണ്ടാത്ത അമ്മായിയമ്മ. നിന്റെ പെണ്ണുമ്പളെ അടുത്ത് ഞാൻ എന്ത് മിണ്ടാനാ? അവൾ 24 മണിക്കൂറും ഒരു ഫോണും കൊണ്ടുള്ള ഇരുത്തയാ. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് അവൾക്ക് എൻ്റെ അടുത്ത് മിണ്ടാൻ സമയമുണ്ടോ? എൻ്റെ അടുത്ത് മിണ്ടാത്തതുകൊണ്ട് ഞാനും അവളടുത്ത് മിണ്ടാറില്ല എന്ന് പറഞ്ഞ് രണ്ടാമത്തതിന് കരഞ്ഞ് അഭിനയിക്കുന്ന അമ്മായിയമ്മ. നീ എൻ്റെ അടുത്ത് തന്നെ ഇതൊക്കെ ചോദിക്കണോടാ? നിന്നെ ഞാൻ ഇത്രയും വളർത്തി വലുതാക്കി പെണ്ണ് കെട്ടിച്ചപ്പോൾ നീ മരുമോള് പറയുന്നത് മാത്രമേ കേൾക്കൂ. അവൾ പറയുന്ന നുണയും കേട്ടോണ്ട് അമ്മയെ ഭരിക്കാൻ വരുന്നല്ലേ നീ? നിന്നോട് ദൈവം ചോദിക്കും. കൈ വളരുന്നോ കാല് വളരുന്നോ എന്ന് നോക്കി നോക്കി വളർത്തിയതല്ലേ ഞാൻ നിന്നെ. തലയിൽ വെച്ചാൽ ചെറിയ ചെറിയ പേനടിക്കും, തറയിൽ വെച്ചാൽ ചെറിയ ചെറിയ ഉറുമ്പടിക്കുമെന്ന് പറഞ്ഞ് വളർത്തിയതാ. നീ തന്നെ അമ്മയോട് ഇതൊക്കെ ചോദിക്കണം മോനെ, അവളുടെ വാക്കും കേട്ട്. സ്ത്രീധനത്തിന്റെ പേരിൽ മരുമോളെ കുറ്റപ്പെടുത്തുന്നു അമ്മായിയമ്മ. എൻ്റെ മോനിക്ക് എന്തുമാത്രം നല്ല ആലോചനകൾ വന്നതാ. സർക്കാർ ജോലിയുള്ള പെണ്ണുങ്ങൾ എൻ്റെ മോനിക്ക് 101 പവൻ വരെ കൊടുക്കാന്ന് പറഞ്ഞതാ. എന്നിട്ട് അവനിക്ക് കിട്ടിയതോ വെറും 10 പവൻ. എന്നെ ഒരു കല്യാണം കഴിപ്പിച്ച് അയച്ചത് 30 പവനിട്ടാ പണ്ടത്തെ കാലത്ത്. അന്നത്തെ 30 പവൻ ഇന്ന് 100 പവന്റെ പവറാ. എല്ലാം എൻ്റെ മോന്റെ കിട്ടി.